ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ രീതിയിലുള്ള മുളക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ചെറിയ നെയ്ച്ചാളയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പച്ച നെയ്ച്ചാളയാണ് കിട്ടിയത്. അതുകൊണ്ട് ഒരു മുളകും പുളിയും ഉണ്ടാക്കി വെക്കാൻ നോക്കുക. അതിന് വേണ്ടി ചാള കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഇനി വെള്ളത്തിൽ ഇച്ചിരി 1 ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ കലക്കി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. മല്ലിപ്പൊടിയും ഇത്രയും തന്നെ ഇടണം. 1.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടിയും. കുറഞ്ഞു പോയാലും കുഴപ്പമാണ്, കൂടിപ്പോയാലും കുഴപ്പമാണ്. മല്ലിപ്പൊടി പൊരിക്കാൻ വേണ്ടി ഒരു 5-6 തേച്ച് വെച്ചിരിക്കുന്നു. ഇനി ഒരടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഇടാം, ഞാനിടുന്നില്ല. കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും. എണ്ണ ചൂടായി ഉലുവ പൊട്ടി വരുമ്പോൾ അതിൽ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇവ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. അതിനുശേഷം 2 പച്ചമുളക്, ചുവന്നുള്ളി ചെറിയ ഇതായിട്ട് അരിഞ്ഞത്, തക്കാളി ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കും. ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നവരെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാണ്, കുരുമുളക് പൊടി ഇട്ടാണ് ഞാൻ മീൻ പൊരിക്കാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലവണ്ണം ഇത് ഉള്ളിയെല്ലാം കളറ് മാറി ഇതായി വരുന്നത് വരെ ഇട്ട് മൂപ്പിക്കണം. മുളക് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും. നല്ല കട്ടിക്കാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത്. ഈ അരപ്പ് നല്ലവണ്ണം ഈ എണ്ണയിൽ കിടന്ന് നല്ല മൂത്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഉപ്പ് ഞാൻ ഈ പൊടിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അതാകുമ്പോൾ കറി പൊട്ട് വെച്ചാലും ചീത്താവില്ല. മസാല നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഇട്ട എണ്ണ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായ ഒരു മീൻ കറിയാണിത്.
ഇനി ഇതൊന്ന് തിളക്കണം. കലക്കി തിളക്കി. ഞാൻ കറിവേപ്പില ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടില്ലാത്തവർ ഒന്നിട്ട് കൊടുക്കാം. നല്ല തിളക്കട്ടെ. ഇച്ചിരി കൂടെ വെള്ളം ഇട്ട് കൊടുക്കാം. ചാറിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. കറി നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും എരിവും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയേക്കാം. അത് കഴിഞ്ഞ് നല്ല തിളക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. ഇവിടെ ചാള നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പുളിയും മുളകും ചാള പൊരിച്ചതുമാണ് ഇന്നുള്ളത്. പിന്നെ കത്തിരിക്കയും ക്യാരറ്റും അരിഞ്ഞ ഒരു സാലഡും. എരിവ് കറക്റ്റാണ്. ഉപ്പ് ഇച്ചിരി കുറവാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പുളി മുമ്പേ നിൽക്കണ പോലെ തോന്നും. തിളച്ച് തീ കൂട്ടി വെച്ച് നല്ല തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. കൈ ഉടനെ ഇതെല്ലാം തുടച്ച് മാറ്റുകയാണെങ്കിൽ പിന്നെ വേറൊരു ജോലിയില്ല. ഞാൻ ഇത് ചെയ്യുമ്പോൾ തന്നെ അത് പാത്രവും ഉപയോഗിക്കുന്ന പാത്രവും കഴുകി വെക്കും, സൈഡൊക്കെ തുടച്ചെടുക്കും. അപ്പോൾ പിന്നെ വൃത്തിയാവും. നിങ്ങളും ഇങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല എല്ലാം കൂടി ചേർത്ത് വെച്ച് കറി വെച്ചതിന് ശേഷമാണ് കഴുകുന്നത്? കമൻറ്റിലൂടെ അറിയിക്കണം. അല്ല, സൂപ്പർ ചൊവ്വയുണ്ട്. കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുക്കാം. 10 ചാളയുണ്ട്, അത് മൊത്തം ഞാൻ ഇട്ട് കൊടുത്തു. അരിഞ്ഞിടുന്നതിനേക്കാളും ഫുള്ളായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. ഇച്ചിരി വലുതാണെങ്കിൽ ചട്ടിയിൽ കിടക്കുന്ന ഇതാവണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പകുതിയായിട്ട് ഇടുന്നത്. മീൻ വേവുന്നത് വരെ തീ കുറച്ച് ഇച്ചിരി നേരം അടച്ചു വെക്കാം. ഞാൻ പകുതിയാണ് അടച്ചു വെച്ചത്. ഫുൾ അടച്ചു വെച്ചാൽ ഇത് രാവിലെ എണ്ണ നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നതെന്ന് അറിഞ്ഞൂടാ. നല്ല ഉഗ്ര കറിയായിട്ടുണ്ട്. കറി നല്ല ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ചീനിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രം കുറുകിയ ചാറോട് കൂടിയ കറിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന രുചി, നല്ല ടേസ്റ്റ്. ഇത് ഏത് മീൻ വെച്ച് ഇതുപോലെ കറി വെക്കാവുന്നതാണ്. ഇനി അടുപ്പ് ഞാൻ അധികം തീയൊന്നും കൂട്ടി വെച്ചിട്ടില്ല, വളരെ സിമ്മായിട്ടാണ് വെച്ചിരിക്കുന്നത്. കറി ഒന്ന് നല്ലപോലെ സെറ്റാവാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത്. ഇതെല്ലാം ചേർത്തുള്ള ഇങ്ങനെ കലക്കി വെച്ചുള്ള കറിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല മണം വരുന്നുണ്ട്, നല്ല എണ്ണയും തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇനി ഇങ്ങനെ അടച്ചു വെച്ച് കറി ഓഫാക്കി അടുപ്പിൽ നിന്ന് ഇറക്കാം. ഈ മീൻ കറി എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ബാച്ചിലർക്കും എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്കും എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് എണ്ണയിലിട്ട് ആ പൊടികൾ നനച്ച് വെച്ച പൊടികളൊന്നും മൂപ്പിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചീനിയുടെ കൂടെ എല്ലാം കഴിക്കാം. നല്ല രുചിയുള്ള കറിയാണിത്. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി കൂടുതലിടാം. ഞാൻ വളരെ കുറവാണ് എരിവിട്ടത്. നെഞ്ചെരിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് അധികം എരിവ് കഴിച്ചു വിട്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.